സങ്കീർത്തനം 27 നമ്മൾ കാണുകയാണ്, കർത്താവാണ് എന്റെ പ്രകാശവും രക്ഷയും, ഞാൻ ആരെ ഭയപ്പെടണം. ദാവീദ് രാജാവ് ഒരു കാര്യം പറയുകയാണ്, കർത്താവ് എന്റെ പ്രകാശമാണ്, എന്റെ രക്ഷയാണ്, ഞാൻ ആരെയാണ് ഭയപ്പെടേണ്ടത്. ഇന്ന് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഭയം വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രക്ഷാസങ്കേതമാകുന്ന പ്രകാശമാകുന്ന കർത്താവിൽ അഭയം പ്രാപിക്കുമ്പോൾ നമുക്കും പറയുവാൻ കഴിയും, കർത്താവാണ് എന്റെ പ്രകാശവും രക്ഷയും, ഞാൻ ആരെ ഭയപ്പെടണം. ദാവീദ് അതിനുശേഷം പറയുകയാണ്, ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല. അവർ എനിക്കെതിരെ യുദ്ധത്തിന് വന്നാലും ഞാൻ ആത്മധൈര്യം കൈവിടുകയില്ല. കാരണം എന്താ? കർത്താവാണ് എന്റെ പ്രകാശവും രക്ഷയും. ഇന്ന് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത്, ദൈവമേ ഇങ്ങനൊരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോവുകയാണല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഈ വചനം ഇന്ന് നിങ്ങളെ ശക്തിപ്പെടുത്തുമാറാകട്ടെ. ചെറിയ കാര്യങ്ങൾ മതി നമ്മളെയൊക്കെ ഒന്ന് അസ്വസ്ഥപ്പെടുത്താൻ, അല്ലെ? ഇവിടെ കർത്താവിന്റെ പ്രിയപ്പെട്ട കർത്താവിന്റെ അഭിഷിക്തനായ ദാവീദ് പറയുകയാണ്, എന്താ ദാവീദ് പറയുന്നത്? ഞാൻ മനോധൈര്യം കൈവിടുകയില്ല. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം കർത്താവാണ് എന്റെ പ്രകാശവും രക്ഷയും. ഇന്ന് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ആത്മധൈര്യം കൈവിടാതിരിക്കാം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആമേൻ.